നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ രസകരമായിട്ടുള്ളൊരു ഒരു പോഡ്കാസ്റ്റ് ഞാൻ കാണാൻ ഇടയുണ്ടായി അടുത്ത് തന്നെ. അതിലെ സ്പീക്കർ സംസാരിക്കുകയായിരുന്നു, വിവാഹം എന്നുള്ള സമ്പ്രദായം ഉടനടി അപകടാവസ്ഥയിലാണ്, ഉടനടി ഇല്ലാതായി മാറും. ഇന്ത്യയിൽ നമുക്കറിയാം, ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുമ്പോൾ ആദ്യമായി ഒരു പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഒരു അന്യപുരുഷൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കുട്ടിയാണ്, അതുകൊണ്ട് അച്ചടക്കത്തിൽ ജീവിക്കണം. ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇവൻ ആരെ കൊണ്ട് കല്യാണം കഴിക്കണം. രണ്ട് മൂല്യങ്ങളാണ് ഇന്ത്യ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. വിവാഹം കഴിക്കണം, വീട് വെക്കണം. ഞാൻ പറയുന്നു, ഇന്ന് ഇത് രണ്ടും ഒരു വല്ലാത്തൊരു അപകടാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2040 കല്യാണം എന്ന് പറയുന്ന സമ്പ്രദായം ഒരുപക്ഷെ ഇല്ലാതാകും, ഒരുപക്ഷെ അപൂർവമായിട്ട് പോകും. ഇന്ന് ഏകദേശം 90% ആൾ വിവാഹിതരാണ്. പക്ഷേ ഇത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഇതിൻ്റെ സംഖ്യ താഴേക്ക് വന്ന് ഒരുപക്ഷെ 10-20% മാത്രമായിരിക്കും 2047 ഒരുപക്ഷെ വിവാഹം. എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്താൻ സാധ്യത? ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ കണക്കാണ്. ഈ കണക്കുകൾ എന്തുകൊണ്ട് സംഭവിക്കാൻ സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ ആഗോള ട്രെൻഡുകൾ അമേരിക്കയിലും ആദ്യം അമേരിക്കയിൽ ആരംഭിക്കുന്നു, പിന്നെ ചൈനയിലേക്ക് വരുന്നതിന് ശേഷം വെസ്റ്റേൺ ഈ ഒരു കൾച്ചർ വരാൻ പോകുന്ന ഇന്ത്യയിലാണ്. ചൈന എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്തുള്ള, നമ്മളുമായി ഒരുപാട് കുടുംബ മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് ചൈനയും. ആ ചൈനയിൽ പോലും ഇന്ന് അപകടാവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുകയാണ് ഈ വിവാഹമോചനങ്ങൾ. സർക്കാർ തന്നെ ഇടപെട്ടിരിക്കുകയാണ്, പറയുകയാണ് കൂളിംഗ് പീരീഡ് 1.5 വർഷം 2 വർഷം വരെ ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു തരത്തിലും സർക്കാർ വിവാഹമോചനം അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ അലിമണി പോലുള്ള ഈ ഒരു കേസുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണും. ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ, അതായത് കല്യാണം കഴിഞ്ഞാൽ ജീവനാംശം കൊടുക്കുക, ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ചൈനയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു, നിയമപരമായി വന്നിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആളുകൾ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചേ പറ്റൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വിവാഹ വിപണി തകർന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാരുകൾക്ക് പിടിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ പോയി ആളുകൾ വീട് വാങ്ങില്ല, അങ്ങനെ ലോൺ വെക്കുന്നില്ല, കുട്ടികളുണ്ടാവില്ല, അങ്ങനെ റീപ്രൊഡക്ഷൻ, അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലും ഈ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, എന്താണ് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും വിവാഹത്തിലേക്ക് നയിക്കുന്ന ഡ്രൈവിംഗ് പോയിന്റ്? ഒരു പുരുഷനെ പറ്റി പറയുകയാണ്, വളരെ എളുപ്പവും പറയാം. അവൻ്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് പോയിന്റ് വിവാഹത്തിലേക്ക് എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കണ്ടെത്തണം. അവൻ്റെ ചിന്ത എന്ന് പറയുന്നത് സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന തലമുറ അത്യാവശ്യം ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത്. വേറെ ഒന്നും ഒരാണിന് വിഷയമല്ല, വേറൊന്നും പണമോ അല്ലെങ്കിൽ പ്രസക്തിയോ അല്ലെങ്കിൽ ജോലിയോ ഒന്നും. നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്, അതായത് സക്സസ്ഫുള്ളായ ഒരു യുവതി അല്ലെങ്കിൽ പെൺകുട്ടിയെ ഇന്നും അംഗീകരിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഒരു ആലോചന വന്നാൽ പോലും അതായത് ആണിനേക്കാളും കുറച്ച് ഉയർന്ന സാഹചര്യമാണ് പെൺകുട്ടിക്കുള്ളത് എങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും ഈ പറയുന്ന തിരസ്കരിക്കും പല അമ്മമാര്. കാരണം അവർക്ക് തന്നെ ഒരുപക്ഷെ അംഗീകരിക്കാൻ സാധിക്കില്ല അച്ചീവ് ചെയ്ത പെൺകുട്ടികളെ. കാരണം ഇവൾ കുടുംബം നോക്കുമോ, അനുസരിക്കുമോ, എന്നെ നോക്കുമോ, തർക്കുത്തരം പറയുന്നുള്ള വിഷയങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന ഉയർന്ന ജോലിയുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കിട്ടുക അസാധ്യമാണ്. ആണുങ്ങൾക്ക് ഒരുപക്ഷെ ആരെങ്കിലും വിവാഹം കഴിക്കാം, യാതൊരു മടിയില്ല, ഡസൻ കെയർ, ആസ്ലൊക്കെ സുന്ദരിയാണ്, ആണുങ്ങൾക്ക് എന്നും വിവാഹം. പക്ഷെ പെണ്ണുങ്ങൾ ഡ്രൈവിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സൗന്ദര്യമല്ല, റിസോഴ്സ്. അവർക്ക് വേണ്ടുന്ന സ്റ്റേറ്റസ്. കാരണം എനിക്ക് 50,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഭർത്താവിന് 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം. അവരുടെ ഒരു പോയിന്റ് അങ്ങനെയാണ്. കാരണം അവനൊരു പക്ഷെ എന്തോ ആയിക്കോട്ടെ, അവന് സൗന്ദര്യമില്ലാതിരിക്കുമോ ഒന്നുമല്ല, ഞാനൊരു ബോഡി ഷേവിംഗ് എല്ലാം നടന്നേ, അതൊന്നും ഈ പറയുന്ന പെൺകുട്ടികൾക്ക് വിഷയമല്ല. പെൺകുട്ടികൾക്ക് വേണ്ടത് പറയുന്നത് റിസോഴ്സ്, അതായത് പണം മാത്രമാണ് അവരുടെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് അവരുടെ സെലക്ഷൻ വളരെ കുറയുകയാണ് പെൺകുട്ടികൾ. കാരണം അവർക്ക് എപ്പോഴും അവരെക്കാളും ഉയരത്തിലായിരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ അവർ പറയുകയാണ്, കിട്ടാതെ വരുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇനി ഒരു പരിപാടിയില്ല, ഞങ്ങളങ്ങ് ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാം. ഇപ്പോൾ ചൈനയിൽ പോലും ഒരു ട്രെൻഡ് ആരംഭിക്കുകയാണ്. അമേരിക്കയിലാണ് ഈ ട്രെൻഡ്. കാരണം ആ പെണ്ണും വിവാഹം ഇവിടെ കൂടുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർ പറയുന്നു ലെറ്റ്സ് ഗെറ്റ് ഔട്ട്, ആണുങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആണുങ്ങൾക്ക്, നമ്മളെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ പെണ്ണിനായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സിനെ. അതുകൊണ്ട് ഈ ട്രെൻഡ് അമേരിക്കയിലുണ്ട്, ഇവിടെ എങ്ങും കാണാൻ സാധിക്കും. ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കുന്നത്. ഇത് ചൈനയിലേക്ക് വന്നിരിക്കുന്നു, ഇതൊരു പക്ഷേ ഇന്ത്യയിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് 2047 ആകുമ്പോഴേക്കും ഇത് വലിയ പ്രചാരണത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, പെണ്ണിൻ്റെ ഒരു സക്സസ്ഫുൾ ആയ പെണ്ണിനെ മനസ്സിലാക്കാൻ പലപ്പോഴും ആണുങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു വരികയാണ്. പല ആണുങ്ങളും പറയുന്നത്, ഇതിപ്പോൾ ഒരുപാട് പല കാര്യങ്ങൾ പറയാം. അതായത് കല്യാണം എന്നുള്ള വ്യവസായം ഇല്ലാതായി കഴിഞ്ഞാൽ അലിമണി എന്നുള്ള പ്രശ്നം, കുടുംബ പ്രശ്നങ്ങൾ, സ്ത്രീധന പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, ഹരാസ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ ഒരു വിവാഹ ജീവിതം ആൾക്കാർക്ക്
സാധ്യമല്ല. കാരണം 12 മണിക്കൂറും 13 മണിക്കൂറും പലർക്കും ജോലി ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകൂ. അവിടെ ഇവിടെ കുടുംബം നയിക്കാൻ ജീവിതം എവിടെ? പലരും സംസാരിക്കുന്ന പോലുമില്ല പലർക്കും. ഇപ്പോൾ സംസാര വിഷയം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രൈവേഴ്സ്, അതായത് ആണുങ്ങൾക്ക് ഓപ്ഷൻസ് വളരെ കുറഞ്ഞു വരിക. കാരണം പെണ്ണുങ്ങൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ വിവാഹം നടക്കില്ലല്ലോ. കാരണം 25% പെണ്ണുങ്ങൾ പറയുക ഞങ്ങൾ കെട്ടണ്ട. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 25% ആണുങ്ങൾ വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. വേറെ നിവൃത്തിയില്ല. കാരണം എന്തുകൊണ്ട്? പെണ്ണുങ്ങൾക്ക് വേണ്ട, അവർക്ക് താല്പര്യമില്ല. സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശത്തിലുള്ള ആളെ കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്നത് വേണ്ട എന്നവരുടെ ചിന്ത. ഞങ്ങൾക്ക് വേണ്ട, എന്തിനാണ് ഒരു ബാധ്യത കൊണ്ടുവരുന്ന ചിന്താഗതിയാണ് പല പെണ്ണുങ്ങൾക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തമ പുരുഷനെ കിട്ടിയില്ലെങ്കിൽ ഫോഗറ്റ് അബൌട്ട് ഇറ്റ്, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഞങ്ങൾക്ക് മടിയില്ല, കൂട്ടുകാരികളുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. 2047 ആകുമ്പോഴേക്കും എന്തായി തീരും എന്ന് ഒരുപക്ഷെ നമുക്ക്, പക്ഷെ ഡേറ്റാസ് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്.